നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിച്ചുകൊണ്ടിരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ 75 ഡേയ്സ് ടൈം ടേബിൾ ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്ന് പറയുമ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും കൂടി ഉൾപ്പെടെയുള്ള ടൈം ടേബിൾ ആണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും നമ്മുടെ ഡിഗ്രി ലെവലിന്റെ അതേ സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ടൈം ടേബിളിൽ എങ്ങനെയൊക്കെയാണ് ഞാൻ അറേഞ്ച് ചെയ്തേക്കുന്നത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 75 ഡേയ്സ് ടൈം ടേബിള് സ്റ്റാർട്ട് ചെയ്യുന്നത് വെനസ്ഡേ ആണ്, അതായത് 23rd ജൂൺ 23rd ഫസ്റ്റ് ഡേ. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, SCERT 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 2 കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക്, കമ്പ്യൂട്ടർ സയൻസ് ഇൻപുട്ട് ഡിവൈസസ്, ഇംഗ്ലീഷ് ടൈപ്സ് ഓഫ് സെന്റൻസസ്, മലയാളം പദശുദ്ധി. ഇത്രയും ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഡേ 1 പഠിക്കാനുള്ളത്. ഡേ 2 മാത്സ്, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, കമ്പ്യൂട്ടർ സയൻസ് ഔട്ട്പുട്ട് ഡിവൈസസ്, മലയാളം പരിഭാഷ, പിന്നെ ഒരു PYQവും റിലേറ്റഡ് ഫാക്ട്സും. അപ്പോൾ ഈ ഒരു ടൈം ടേബിളിൽ നിങ്ങൾക്ക് PYQസും റിലേറ്റഡ് ഫാക്ട്സും ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള ദിവസങ്ങളിൽ ഇട്ടിട്ടുണ്ട്. കൂടാതെ കുറച്ചങ്ങോട്ട് പോകുമ്പം ഈ ഡേ 1 തൊട്ടുള്ള റിവിഷനും വരുന്നുണ്ട്. ഡേ 3 ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, SCERT 6th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 9, SCERT 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 7 മാത്സ്, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്. ഡേ 4 മാത്സ് പെർസെൻറ്റേജ്, കമ്പ്യൂട്ടർ സയൻസ് മെമ്മറി ഡിവൈസസ്, ഇംഗ്ലീഷ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, പിന്നെ ഒരു PYQവും റിലേറ്റഡ് ഫാക്ട്സും. ഡേ 5 ഫ്രം സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ് ടു പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഈ ഒരു പോർഷനിലെ SCERT റെഫറൻസ് മസ്റ്റ് ആണ്. അതിനുവേണ്ടി 2 SCERT ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 8ഉം 7th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 8ഉം. അന്ന് അത്രയും മാത്രമേ പഠിക്കാനുള്ളൂ. വളരെ നിങ്ങൾക്ക് ഒരുപാട് ഓവർലോഡ് ആവുന്ന ടൈം ടേബിൾ അല്ല എന്തായാലും. ഡേ 6 സ്പോർട്സ്, കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും കായിക താരങ്ങൾ, അവരുടെ കായിക ബഹുമതികൾ, കായിക ഇനങ്ങൾ, നേട്ടങ്ങളൊക്കെ. കറണ്ട് അഫയേഴ്സ് ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ 2019, മലയാളം വാക്യശുദ്ധി. ഇത്രയും മാത്രമേ പഠിക്കാനുള്ളൂ. ഡേ 7 എക്കണോമിക്സ്, നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട 2 SCERT ചാപ്റ്റേഴ്സ്. ഇത്രയും മാത്രമേ പഠിക്കാനുള്ളൂ. ഡേ 8 ഇംഗ്ലീഷ്, ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ്, സിമ്പിൾ ടു കോംപ്ലക്സ്, പിന്നെ മലയാളം ഒറ്റപ്പദം, ഒരു PYQവും റിലേറ്റഡ് ഫാക്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും റിലേറ്റഡ് ഫാക്ട്സും പഠിക്കാം. കറണ്ട് അഫയേഴ്സ് ഒക്ടോബർ 2019. ഡേ 9 പ്ലാനിംഗ് ആണ്, പിന്നെ 5 ഇയർ പ്ലാൻ, നീതി ആയോഗ്. SCERT മസ്റ്റ് ആണ്. നീതി ആയോഗ് പഠിക്കുമ്പോൾ ഇന്ത്യൻ സെൻസസ്, അതുമായിട്ട് ബന്ധപ്പെട്ട 3 SCERT ചാപ്റ്റേഴ്സ്. ഇത്രയും പോർഷൻസ് മാത്രമേ അന്ന് പഠിക്കാനുള്ളൂ. ഡേ 10 ഇംഗ്ലീഷ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, കറണ്ട് അഫയേഴ്സ് നവംബർ ആൻഡ് ഡിസംബർ 2019. പോർഷൻസ് കുറച്ചുള്ളതുകൊണ്ട് ഞാൻ 2 PYQവും റിലേറ്റഡ് ഫാക്ട്സും പഠിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഡേ 11 എക്കണോമിക്സ്, RBI ആൻഡ് ഫങ്ഷൻസ്, ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ. 3 SCERT ചാപ്റ്റേഴ്സും അന്ന് പഠിക്കാനുണ്ട്. അത്രയും മാത്രമേ അന്ന് പഠിക്കാനുള്ളൂ. ഡേ 12 എക്കണോമിക്സ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്റ്, ഫിസിക്കൽ പോളിസി, ബാങ്ക്സ്, ഇൻഷുറൻസ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു SCERT ചാപ്റ്റർ. പിന്നെ ഇംഗ്ലീഷിലെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, ഒരു PYQവും റിലേറ്റഡ് ഫാക്റ്റും. ഡേ 13 മാത്സിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, സ്പോർട്സിലെ പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖലയിലാണ് നൽകുന്നത്. കറണ്ട് അഫയേഴ്സ് ജനുവരി 2020, കമ്പ്യൂട്ടർ സയൻസ് സോഫ്റ്റ്വെയർ ക്ലാസിഫിക്കേഷൻ. ഡേ 14 വേൾഡ് ജോഗ്രഫി, ബേസിക്സ്, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ. പിന്നെ 8th സ്റ്റാൻഡേർഡിലും 9th സ്റ്റാൻഡേർഡിലും 2 SCERT ചാപ്റ്റേഴ്സ്, ഒരു PYQവും റിലേറ്റഡ് ഫാക്റ്റും. പിന്നെ ഡേ 14 തൊട്ടാണ് നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡേ 1 and 2 റിവിഷൻ അന്ന് നടത്തണം. ഓക്കെ. ഡേ 15 ജോഗ്രഫിയിലെ റോക്സ് ആൻഡ് ലാൻഡ് ഫോംസ് മാത്രം പഠിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട 3 SCERT ചാപ്റ്റേഴ്സ് മാത്രമേ അന്ന് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് മാത്സിൽ നമ്പർ ആൻഡ് ലെറ്റർ സീരീസ്, ഇത് നമ്മുടെ മെന്റൽ എബിലിറ്റിയിലെ ഒരു ടോപ്പിക്കും കൂടി തന്നിട്ടുണ്ട്. ഡേ 16 കറണ്ട് അഫയേഴ്സ് ഫെബ്രുവരി ആൻഡ് മാർച്ച് 2020, മാത്സിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, ഇംഗ്ലീഷ് വൊക്കാബുലറി, മിസ്പെൽഡ് വേർഡ്സ്, കമ്പ്യൂട്ടർ സയൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡേ 17 സ്പോർട്സിലെ പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ, 2 SCERT ചാപ്റ്റേഴ്സ്. ഈ
പോർഷൻസ് കുറവുള്ള ദിവസമാണ് ഞാൻ റിവിഷന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് ഡേ 17 ഡേ 3 and 4 റിവിഷൻ ഉണ്ടായിരിക്കും. ഡേ 18 ജോഗ്രഫി പ്രഷർ ബസ് ആൻഡ് വിൻസ് ടെമ്പറേച്ചർ ആൻഡ് സീസൺ. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 SCERT ചാപ്റ്റേഴ്സ് ഒന്ന് പഠിക്കാനുണ്ട്. കറണ്ട് അഫയേഴ്സ് ഏപ്രിൽ ആൻഡ് മെയ് 2020. ഡേ 19 മലയാളം പര്യായം, മാത്സിൽ സ്ഥാനനിർണയ പരിശോധന, ഇംഗ്ലീഷിലെ വൊക്കാബുലറി, സിംഗുലർ, പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, പിന്നെ കളക്റ്റീവ് നൗൺസ്. അപ്പൊ അന്ന് ടോപ്പിക് കുറവായതുകൊണ്ട് ഒരു PYQം റിലേറ്റഡ് ഫാക്ട്സും പഠിക്കാം. ഈ ഒരു ടൈം ടേബിളിൽ ഞാൻ സൺഡേയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം റിവിഷൻ നമ്മളെ അടിക്കടി നടത്തുന്നത് കൊണ്ട് തന്നെ സൺഡേയും കൂടി നിങ്ങൾക്ക് സ്റ്റഡി ഡേ ആണ്, റിവിഷൻ ഡേ അല്ല. ഓക്കെ. ഡേ 20 ജോഗ്രഫി, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട 3 SCERT ചാപ്റ്റേഴ്സ്. ഇത്രയും മാത്രമേ അന്ന് പഠിക്കാനുള്ളൂ. ഡേ 21 മാത്സിൽ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇംഗ്ലീഷിൽ കൺഫ്യൂഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ്, മലയാളത്തിൽ വിപരീത പദം. പിന്നെ ഡേ 5 and 6 റിവിഷൻ ആണ് എന്ന്. ഡേ 22 ജോഗ്രഫിയിലെ മാപ്സ്, ടോപ്പോഗ്രഫിക് മാപ്പ്, സൈൻ, റിമോട്ട് സെൻസിങ്, GIS. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പോർഷൻസ് വരുന്ന 4 SCERT ചാപ്റ്റേഴ്സ്, വേറൊന്നുമില്ല അന്ന്. ഡേ 23 സ്പോർട്സ്, പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളികളുമായി ബന്ധപ്പെട്ട പദങ്ങൾ, ജോഗ്രഫിയിലെ ഓഷൻസ് ആൻഡ് ഇറ്റ്സ് മൂവ്മെന്റ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു SCERT ചാപ്റ്റർ. ഡേ 24 മാത്സ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ഇംഗ്ലീഷിലെ കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്, മലയാളത്തിൽ ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, കറണ്ട് അഫയേഴ്സ് ജൂൺ ആൻഡ് ജൂലൈ 2020. ഡേ 25 കോണ്ടിനെന്റ്സ്, വേൾഡ് നേഷൻസ് ആൻഡ് സ്പെസിഫിക് ഫീച്ചേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട 2 SCERT ചാപ്റ്റേഴ്സ്. കമ്പ്യൂട്ടർ സയൻസിൽ പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, പാക്കേജസ്, വേർഡ് പ്രോസസ്സേഴ്സ്, സ്പ്രെഡ്ഷീറ്റ്സ്. ഡേ 26 സ്പോർട്സിൽ ഒളിമ്പിക്സ് ഫുൾ എന്ന് തീർക്കാം. സിവിക്സിലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മുതൽ ലോകായുക്ത വരെ. അതുമായിട്ട് ബന്ധപ്പെട്ട 10th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ ചാപ്റ്റർ 3 പൊതുഭരണം, പിന്നെ ഒരു PYQവും റിലേറ്റഡ് ഫാക്റ്റും. ഡേ 27 മാത്സിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിക്കുക. ഡേ 7 and 8 റിവിഷൻ അന്ന് നടത്താം. മലയാളം സമാന പദം. ഡേ 28 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി പഠിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട 2 SCERT ചാപ്റ്റേഴ്സ്. ഇംഗ്ലീഷിൽ വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്. ഡേ 29 കറണ്ട് അഫയേഴ്സ് ഓഗസ്റ്റ് 2020, മാത്സിൽ അനലോഗി, മലയാളം ചേർത്തെഴുതുക. ഡേ 9 and 10 റിവിഷൻ ഉണ്ടെന്ന്, പിന്നെ ഒരു PYQവും റിലേറ്റഡ് ഫാക്റ്റും. അപ്പം നിങ്ങൾ ഓരോ ദിവസത്തെയും ടൈം ടേബിൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതിയായിരിക്കും. ഓക്കെ. ഡേ 30 സ്പോർട്സ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, സാഫ് ഗെയിംസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിള്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു SCERT ചാപ്റ്റർ, നമ്മുടെ ഗവൺമെന്റ് 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ്. ഡേ 31 സിവിക്സിലെ ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് മുതൽ പൊളിറ്റിക്കൽ പാർട്ടീസ് വരെ. അതുമായിട്ട് ബന്ധപ്പെട്ട 2 SCERT ചാപ്റ്റേഴ്സ്. പിന്നെ സ്പോർട്സിൽ ദേശീയ ഗെയിംസ്. ഡേ 32 കമ്പ്യൂട്ടർ സയൻസിൽ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്. കറണ്ട് അഫയേഴ്സിൽ സെപ്റ്റംബർ 2020 അന്ന് ഡേ 11 12 റിവിഷൻ നടത്താം. ഒരു PYQവും റിലേറ്റഡ് ഫാക്റ്റും അന്ന് പഠിക്കാം. ഡേ 33 സിവിക്സിലെ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ്, ആക്ട്സ് ആൻഡ് റൂൾസ്, അത് തൊട്ട് വാട്ടർഷെഡ് മാനേജ്മെന്റ് വരെ 2 SCERT ചാപ്റ്റേഴ്സും അന്ന് പഠിക്കാനുണ്ട്. അന്ന് അത്രയും മാത്രമേ പഠിക്കാനുള്ളൂ. ഡേ 34 ഇംഗ്ലീഷ് ആഡ്വേർബ്സ് ആൻഡ് പൊസിഷൻ ഓഫ് ആഡ്വേർബ്സ്, മലയാളത്തിൽ സ്ത്രീലിംഗം, പുല്ലിംഗം. ടോപ്പിക്കായിട്ട് അത്രയും മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നെ ഡേ 13 14 റിവിഷൻ എന്ന് നടത്താം. കൂടാതെ ഒരു PYQവും റിലേറ്റഡ് ഫാക്റ്റും പഠിക്കാം. ഡേ 35 കമ്പ്യൂട്ടർ സയൻസിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സും ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സും, മാത്സിൽ ഓഡ് മാൻ ഔട്ട്, കോൺസ്റ്റിറ്റ്യൂഷനിലെ സിറ്റിസൺഷിപ്പും അമെൻമെന്റ്സും പഞ്ചായത്തി രാജും. ഒരു PYQവും റിലേറ്റഡ് ഫാക്റ്റും പഠിക്കാം. ഡേ 36 സിവിക്സ്, ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ, ഓൾഡ് ഏജ് പീപ്പിൾ, സോഷ്യൽ വെൽഫെയർ, വനിതാ ശിശു വയോജന ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ പഠിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് SCERT ചാപ്റ്റേഴ്സേ അന്ന് പഠിക്കാനുള്ളൂ. ഡേ 37 സിവിക്സിൽ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസീസ്, ലാൻഡ് ഫോംസ്, സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, തൊഴിൽ പദ്ധതികൾ, തണ്ണീർത്തട സംരക്ഷണം ഉൾപ്പെടെ പഠിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട 3 SCERT ചാപ്റ്റേഴ്സ് മാത്രമേ അന്ന് അത്രയും ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. ഡേ 38 മാത്സിൽ ടൈം ആൻഡ് വർക്ക് നോക്കാം. ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ് നോക്കാം. മലയാളത്തിൽ വചനം നോക്കാം. സ്പോർട്സിൽ ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ. അന്ന് തന്നെ ഡേ 15 16 റിവിഷൻ കൂടി ചെയ്തോളാം. ഡേ 39 കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിന്റെ ഫംഗ്ഷൻസ്, എമർജൻസി, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിസ്റ്റ്, യൂണിയൻ, സ്റ്റേറ്റ്, കൺകറന്റ്. കമ്പ്യൂട്ടർ സയൻസിലെ നെറ്റ്വർക്ക് ഡിവൈസസ് നോക്കാം. പിന്നെ മാത്സിലെ ആവറേജ് നോക്കാം. മലയാളം പിരിച്ചെഴുതൽ.
ഡേ 40 സയൻസ് ആൻഡ് ടെക്നോളജി, നേച്ചർ ആൻഡ് സ്കോപ്പ്, റെലവൻസ്, നാഷണൽ പോളിസി ഓൺ S&T ആൻഡ് ഇന്നോവേഷൻ. അന്ന് അത് മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നെ റിവിഷൻ ആണ്. ഡേ 17ന്റെയും 18ന്റെയും റിവിഷൻ, പിന്നെ ഒരു PYQവും റിലേറ്റഡ് ഫാക്റ്റും. ഡേ 41 ഇംഗ്ലീഷ്, യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇന്റർനെറ്റ് സർവീസസ്, WWW, ഇമെയിൽ എക്സെട്ര. ഡേ 19 ആൻഡ് 20 റിവിഷൻ, മലയാളം ഘടകപദം വാക്യം ചേർത്തെഴുതുക, അത് പഠിക്കാം. ഡേ 42 ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യൻ ഹിസ്റ്ററി മാത്രമേ അന്ന് പഠിക്കാനുള്ളൂ. മിഡീവൽ ഇന്ത്യയാണ്. അത് ഡൽഹി സുൽത്താനേറ്റ്, മുഗൾ വംശം ഉൾപ്പെടെ പഠിക്കുക. അതുകൊണ്ടാണ് അത് മാത്രം തന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട 3 SCRT ചാപ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഡേ 43 2 SCRT ചാപ്റ്റർ പഠിക്കുക. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ്, ഹ്യൂമൻ ബോഡി ഫ്രം പബ്ലിക് ഹെൽത്ത് ടു കോൺട്രിബ്യൂഷൻസ് ഓഫ് പ്രോമിനന്റ് ഇന്ത്യൻ സയന്റിസ്റ്റ്, അതുവരെ പഠിക്കുക. ഇതില് ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ്, ഹ്യൂമൻ ബോഡി, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിങ്ങൾക്ക് നോക്കേണ്ട SCRT ചാപ്റ്റേഴ്സിന്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഐക്കാർട്ടിൽ കൊടുത്തേക്കാം, ഒന്ന് പോയി കാണുക. ഡേ 44 അന്ന് റിവിഷൻ ഉണ്ട്. ഡേ 21 ആൻഡ് 22ന്റെ റിവിഷൻ, കറണ്ട് അഫയേഴ്സ് ഒക്ടോബർ 2020, മാത്സിൽ സംഖ്യാവലോകന പ്രശ്നങ്ങൾ, ഇംഗ്ലീഷിൽ കോമ്പൗണ്ട് വേർഡ്സും ക്വസ്റ്റ്യൻ ടാഗും നോക്കാം. ഡേ 45 ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അന്ന് ഇന്ത്യൻ ഹിസ്റ്ററി മാത്രമേ ഉള്ളൂ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് തുടങ്ങി 2 SCRT ചാപ്റ്റേഴ്സും കൂടെ, അതുകൊണ്ടാണ് അത് മാത്രം തന്നത്. ഡേ 46 സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്, ISRO, DRDO ആക്ടിവിറ്റീസ്. ഇംഗ്ലീഷിൽ ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻഡ്, സിനോണിം. മലയാളത്തില് തൂലികാനാമങ്ങളും അപരനാമങ്ങളും സാഹിത്യത്തിൽ വരുന്നതാണ്. കമ്പ്യൂട്ടർ സയൻസിൽ സോഷ്യൽ മീഡിയ. ഡേ 47 മാത്സിൽ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. പിന്നെ ഡേ 23 ആൻഡ് 24ന്റെ റിവിഷൻ, ഒരു PYQവും റിലേറ്റഡ് ഫാക്റ്റും, പിന്നെ സാഹിത്യത്തിലെ കൃതികൾ, കഥാപാത്രങ്ങൾ. ഡേ 48 ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ന്യൂസ് പേപ്പർ, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട്, അത് മുതൽ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി, അതുമായിട്ട് ബന്ധപ്പെട്ട് 3 SCRT ചാപ്റ്റേഴ്സ് മാത്രമേ അന്ന് പഠിക്കാനുള്ളൂ. ഡേ 49 ഇന്ത്യൻ ഹിസ്റ്ററിയിലെ എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യസ് ഇൻഡിപെൻഡന്റ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ്. എന്നിട്ട് കറണ്ട് അഫെയർ ഉണ്ട് നവംബർ 2020യുടേത്, ഒരു PYQവും റിലേറ്റഡ് ഫാക്റ്റും ഒന്ന് നോക്കാം. ഈ PYQവും റിലേറ്റഡ് ഫാക്റ്റും നിങ്ങൾ ഡിഗ്രി ലെവലിന്റെ ബേസ് ആയിട്ടുള്ളത് നോക്കണം. ഓക്കെ. ഡേ 50 ഇന്ത്യൻ ഹിസ്റ്ററിയിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഡെവലപ്മെന്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഫോറിൻ പോളിസി, അതുമായിട്ട് ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് 10th സ്റ്റാൻഡേർഡിലെ ഒരു ചാപ്റ്റർ 7 ഉണ്ട്, അത് നോക്കാം. കമ്പ്യൂട്ടർ സയൻസിൽ വെബ് ഡിസൈനിങ്, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ. ഡേ 51 മാത്സ് ആവറേജ്. ഡേ 25 ആൻഡ് 26ന്റെ റിവിഷൻ, പിന്നെ ഒരു PYQവും റിലേറ്റഡ് ഫാക്റ്റും, ഇംഗ്ലീഷിൽ ടെൻസസ്. ഡേ 52 സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പോർഷൻസ് ആണ്. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ സയൻസിൽ ടൈപ്സ് ഓഫ് സൈബർ ക്രൈംസും IT ആക്റ്റും, പിന്നെ അതിന്റെ കൂടെ ഒരു PYQവും റിലേറ്റഡ് ഫാക്റ്റും നോക്കാം. ഡേ 53 പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951 ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്നതാണ്. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട് 2 SCRT ചാപ്റ്റേഴ്സും കൂടി നോക്കാനുണ്ട്. ഡേ 54 വേൾഡ് ഹിസ്റ്ററി. വേൾഡ് ഹിസ്റ്ററിയിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട SCRT ചാപ്റ്റർ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, അത് മാത്രമേ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് ഡേ 27ന്റെയും 28ന്റെയും റിവിഷൻ കൂടി അന്ന് നടത്താം. ഡേ 55 റഷ്യൻ, ചൈനീസ് ആൻഡ് ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ, 3 SCRT ചാപ്റ്റേഴ്സ്, ഇത്രയും മാത്രമേ അന്ന് പഠിക്കാനുള്ളൂ. ഡേ 56 ആന്റോണിംസ് ആണ്. ഡേ 29 ആൻഡ് 30യുടെ റിവിഷൻ, ഒരു PYQ റിലേറ്റഡ് ഫാക്ട്, സ്പോർട്സ്, ഓരോ രാജ്യത്തെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ. ഡേ 57 മാത്സ്, ലോസ് ഓഫ് എക്സ്പോണൻസ്, ഫാമിലി റിലേഷൻസ്, ഇംഗ്ലീഷിൽ ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസസ്, മലയാളം സാഹിത്യം, മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, അങ്ങനെ തുടങ്ങിയ ആ ഒരു ടോപ്പിക്. ഡേ 58 സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റൽ സയൻസിന്റെ ഇഷ്യൂസ് ഫുള്ള്, മാത്സ്, മെൻസുറേഷൻ, ഡയറക്ഷൻ ടെസ്റ്റ്, ഇംഗ്ലീഷിൽ പ്രിപ്പോസിഷനും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും ഒന്ന് നോക്കാം. ഡേ 59 സംസ്കാരം എന്ന് പറയുന്ന ആദ്യത്തെ ടോപ്പിക്, കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും പ്രശസ്തമായ ഉത്സവങ്ങളും. ഡേ 31 ആൻഡ് 32 എന്ന റിവിഷൻ ആണ്. മലയാളം പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ. ഡേ 60 വേൾഡ് ഹിസ്റ്ററിയിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. 10th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ ചാപ്റ്റർ 2 ലോകം 20ാം നൂറ്റാണ്ടിൽ, പിന്നെ 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 1 യൂറോപ്പ് പരിവർത്തന പാതയിൽ. ഡേ 61 സംസ്കാരം, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. ഇവിടെ റിനൈസൻസ് വരുന്നുണ്ട് കേട്ടോ. കറണ്ട് അഫയേഴ്സ് ഡിസംബർ 2020 നോക്കുക. ഡേ 33 ആൻഡ് 34ന്റെ റിവിഷൻ. ഡേ 62 ഇന്ത്യ ജോഗ്രഫി,
ഫിസിയോഗ്രഫിയിൽ സ്റ്റേറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി. മലയാളം സാഹിത്യം പത്രപ്രവർത്തനം ഫുള്ള് നോക്കുക. മാത്സിൽ പ്രോഗ്രഷൻ നോക്കുക. AP-യും GP-യും വേണം. ഡേ 63 ക്ലോക്ക്, ഇംഗ്ലീഷിലെ യൂസ് ഓഫ് കോറിലേറ്റീവ്സ് ഫ്രേസൽ വെർബ്. ഡേ 35 ആൻഡ് 36 റിവിഷൻ, ഒരു PYQയും റിലേറ്റഡ് ഫാക്റ്റും. ഡേ 64, 37 ആൻഡ് 38 റിവിഷൻ, ഇംഗ്ലീഷിലെ ഫോറിൻ വേർഡ്സും ഫ്രേസസും കറണ്ട് അഫയേഴ്സ് ജനുവരി ആൻഡ് ഫെബ്രുവരി 2021. ഡേ 65 നോർത്തേൺ മൗണ്ടെയിൻ ടു കോസ്റ്റൽ പ്ലെയിൻ വരെ നോക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട 2 SCRT ചാപ്റ്റേഴ്സ്. ഡേ 66 7th സ്റ്റാൻഡേർഡിലെയും 5th സ്റ്റാൻഡേർഡിലെയും 2 SCRT ചാപ്റ്റർ മാത്രമേ അന്ന് നോക്കാനുള്ളൂ. അതിൻ്റെ കൂടെ ഡേ 13 ആൻഡ് 40 റിവിഷൻ, പിന്നെ ഒരു PYQയും റിലേറ്റഡ് ഫാക്റ്റും. ഡേ 67 അന്ന് ഇന്ത്യൻ ജോഗ്രഫിയുടെ ടോപ്പിക്കുകൾ മാത്രമേ നോക്കാനുള്ളൂ. ഓക്കെ. ഡേ 68 കേരള ജോഗ്രഫി ആണ്. കേരള ജോഗ്രഫി ഡിസ്ട്രിക്റ്റും റിവേഴ്സും ഉൾപ്പെടെ നോക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട 3 SCRT ചാപ്റ്റേഴ്സ് മാത്രമേ അന്ന് നോക്കാനുള്ളൂ. ഡേ 69 ഡേ 41നെയും 42നെയും റിവിഷൻ, ഒരു PYQയും റിലേറ്റഡ് ഫാക്റ്റും. മാത്സിൽ കലണ്ടർ, ക്ലറിക്കൽ എബിലിറ്റി, ഇംഗ്ലീഷിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്. ഡേ 70 ഒരു SCRT ചാപ്റ്റർ നോക്കാനുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ബയോഡൈവേഴ്സിറ്റി, ഇമ്പോർട്ടൻറ്റ് ക്ലൈമറ്റ് ചേഞ്ച്, വെസ്റ്റേൺ ഗട്ട്സ്, ഫീച്ചേഴ്സ്. ഇംഗ്ലീഷിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. മലയാളത്തിൽ പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിന് അർഹരായ എഴുത്തുകാർ, കൃതികൾ. ഡേ 71 കല, കേരളത്തിലെ പ്രധാന ദൃശ്യശ്രവ്യ കലകളെ പറ്റിയുള്ള കാര്യങ്ങൾ. അത്രയും മാത്രമേ അത് പഠിക്കാനുള്ളൂ. ബാക്കി ഡേ 43 ആൻഡ് 44 റിവിഷൻ, ഒരു PYQയും റിലേറ്റഡ് ഫാക്റ്റ് നോക്കാം. ഡേ 72 ഇന്ത്യൻ ജോഗ്രഫിയിലെ അവസാനത്തെ കുറച്ച് പോർഷൻസ് മാത്രം, വൈദ്യുത പദ്ധതികൾ, അണക്കെട്ടുകൾ, തുറമുഖങ്ങൾ ഉൾപ്പെടെ. അത് മാത്രമേ അന്ന് പഠിക്കാനുള്ളൂ. ഡേ 45നെയും 46നെയും റിവിഷൻ ചെയ്തോളാം. ഡേ 73 മലയാളം സാഹിത്യം, മലയാള സിനിമ ഫുള്ള് നോക്കുക. കറണ്ട് അഫയേഴ്സ് മാർച്ച് 2021. ഡേ 47 ആൻഡ് 48 റിവിഷൻ, ഒരു PYQയും റിലേറ്റഡ് ഫാക്റ്റും. ഇംഗ്ലീഷ് സിനോണിം. ഈ സിനോണിം ഒക്കെ ഞാൻ അവസാനം ഇടാനുള്ള കാരണം സിനോണിംസ് ഒക്കെ നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ പരീക്ഷയോട് അടുക്കുന്ന സമയത്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓർമ്മയുള്ളവർക്ക് അങ്ങനെ പൊതുവേ പറഞ്ഞതാണ്. ഓക്കെ. ഡേ 74 കേരള ജോഗ്രഫി ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്, അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച്, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസിൽ ആ ടോപ്പിക്കാണ് അന്ന് പഠിക്കാനുള്ളത്. ഇംഗ്ലീഷിൽ കറക്ഷൻ ഓഫ് സെന്റൻസസ് നോക്കുക. ഇഡിയംസ്, ദെയർ മീനിങ്, ട്രാൻസ്ലേഷൻ ഓഫ് സെന്റൻസ് ഓർ പ്രോവർബ് ഇൻ മലയാളം. അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു PYQയും റിലേറ്റഡ് ഫാക്റ്റ് നോക്കുക. ഡേ 75 കേരള ജോഗ്രഫിയിലെ എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അവസാനത്തെ ആ ടോപ്പിക്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, എൻവയോൺമെന്റൽ ഹസാർഡ്സ്. ഓക്കെ. കറണ്ട് അഫെയർ ഏപ്രിൽ ആൻഡ് മെയ് 2021. അപ്പോൾ മെയ് വരെയുള്ള കറണ്ട് അഫെയർ നോക്കിയാൽ മതി ഡിഗ്രി ലെവൽ പ്രിലിംസിന്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 75 ഡേയ്സ് ടൈം ടേബിൾ. ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഞാൻ എക്സാമിന്റെ കാര്യം, എക്സാം LDC മെയിൻസിന്റെ എക്സാം ഇപ്പോൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഏത് എക്സാം ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏതിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. അതിൽ എന്താന്ന് വെച്ചാൽ പറയാം. ഓക്കെ. അപ്പോൾ ഉപകാരപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്